നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറ്റൊരറിയിപ്പ് കൂടി വരികയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് മുൻ സർക്കാർ കൊണ്ടുവന്നിരുന്ന ജനക്ഷേമ പദ്ധതികളിലൊന്ന്, അതായത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വീണ്ടും നമുക്ക് 1000 രൂപ വീതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചതായിട്ടുള്ള പ്രധാന അറിയിപ്പ് വരുന്നു. നിലവിൽ അതായത് 2026-27 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി തുടരുന്നതിന് വേണ്ടിയുള്ള ധനസഹായം മുൻ സർക്കാർ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം വന്ന സർക്കാർ, അതായത് UDF ഗവൺമെൻറ് ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഈ ഒരു പദ്ധതിയെപ്പറ്റി പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ പദ്ധതി തുടരുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മളുടെ സംസ്ഥാനത്തുള്ള 18 വയസ്സിനും അതോടൊപ്പം തന്നെ 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, വിവിധ സർക്കാരിൻ്റെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അതോടൊപ്പം തന്നെ വിവിധ നൈപുണ്യ കോഴ്സുകളെല്ലാം ചെയ്യുന്നവർക്കും കുടുംബ വാർഷിക വരുമാനമൊക്കെ 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി ഈ ധനസഹായം ലഭിക്കുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വരുന്നത്. അതായത് ധനസഹായ വിതരണം വീണ്ടും പുനരാരംഭിക്കുകയാണ്. വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് നിലവിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പാസ്സാക്കി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ ഗവൺമെൻറ് ഓർഡർ പ്രസിദ്ധീകരിക്കും. ആ സമയം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതുമായിരിക്കും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, പുതുതായിട്ട് അപേക്ഷ വയ്ക്കുന്ന ഉദ്യോഗാർത്ഥികൾ 5 ലക്ഷം പേരെയാണ് ഒരു സാമ്പത്തിക വർഷം ചേർക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 1 ലക്ഷത്തിനടുത്ത അപേക്ഷകരാണ് വന്നിട്ടുള്ളത്. അത് ചില അപേക്ഷകരുടെ പാസ്സാകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അപേക്ഷകൾ പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ എത്ര ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആനുകൂല്യത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ ഓണക്കാലം അപ്പോൾ വരികയാണ്. ഈ ഓണ സമയത്ത് തന്നെ ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ ഉൾപ്പെടെ ഫണ്ടുകൾ പുനഃസ്ഥാപിക്കും. നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും. നിലവിൽ ഇലക്ഷന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ധനസഹായം ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 3 മാസത്തേക്ക് കുടിശ്ശിക ഒരുമിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലഭിക്കുകയും. അതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ലഭിക്കുന്ന സാഹചര്യത്തിൽ എത്ര തുകയാണ് ഈ പ്രാവശ്യം വിതരണം ചെയ്യുന്നത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്കാണ്, എല്ലാവരുടെയും സംശയങ്ങൾക്കാണ് ഇവിടെ വിരാമമാകുന്നത്. അതായത് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വീണ്ടും ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി തുടരുന്നതിന് തത്വത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പരിഗണന കൊടുക്കുന്നത് നിലവിലുള്ള തുക മുടങ്ങിക്കിടക്കുന്ന മാസങ്ങളിൽ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ ബെനിഫിഷ്യറിയെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളാണ് ക്രമീകരിക്കുന്നത്. വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് പാസ്സാക്കി എടുത്തതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഡിപ്പാർട്ട്മെൻറ്റ് തല ഉത്തരവുകൾ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വിതരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. +2 തലം മുതൽ ഉയർന്ന ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴിയുള്ള അപേക്ഷകളാണ് ക്രമീകരിച്ചിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു അപേക്ഷ വെച്ചവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ അപ്രൂവൽ ലഭിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് കാരണത്തിൽ അത് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കുകയും വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള ജനോപകാരപ്രദമായ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.